Hi everyone. ടൂറിസം പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് എന്ന സബ്ജക്റ്റിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻവിയോൺമെൻ്റൽ ഇമ്പാക്റ്റ് ഓഫ് ടൂറിസം ഇൻ ഇന്ത്യ. എൻവിയോൺമെൻ്റൽ ഇമ്പാക്റ്റ് ഓഫ് ടൂറിസം ഇന്ത്യയിലെ എൻവിയോൺമെൻ്റൽ ഇമ്പാക്റ്റ് എന്തുകൊണ്ടുള്ള ടൂറിസം കൊണ്ടുണ്ടാകും. The tourism industry in India have several positive and negative impact on the environment which are discussed below. നമ്മൾക്കറിയാം ടൂറിസം ഇൻഡസ്ട്രി ഇന്ത്യയിൽ സെവറൽ പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതും ഇമ്പാക്റ്റുകൾ എൻവിയോൺമെൻറ്റിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അഥവാ എക്കണോമിക് എൻവിയോൺമെൻറ്റിൽ, സോഷ്യോ കൾച്ചറൽ എൻവിയോൺമെൻറ്റിൽ, അങ്ങനെയെല്ലാം അതിൻ്റെ പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, പോസിറ്റീവ് ഇമ്പാക്റ്റ്. Direct financial contributions. Tourism can contribute directly to the conservation of sensitive areas and habitat. Revenue from park entrance fees, similar sources can be allocated special to pay for the protection and management of environmentally sensitive areas. നമ്മൾക്കറിയാം ടൂറിസം ഇൻഡസ്ട്രിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഡെസ്റ്റിനേഷൻ പ്ലേസിലിട്ട് നമ്മൾ എൻട്രൻസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന എൻട്രൻസ് ഫീസ്, ഇപ്പോൾ നാഷണൽ പാർക്ക് എൻട്രൻസ് ഫീസ് ആവട്ടെ, അങ്ങനെയുള്ള സിമിലർ സോഴ്സിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന പാർക്കിംഗ് ഫീസ്, അതുപോലെയുള്ള കാര്യങ്ങൾ, അതിൽ നിന്ന് നേരിട്ട് നമ്മളുടെ കൺസർവേറ്റീവ്സ് അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി ആയിട്ടുള്ള ഏരിയകൾക്ക് അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നേരിട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഫസ്റ്റ്. അതായത് ഡയറക്റ്റ് ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ സാധിക്കും എന്നുള്ളതാണ്. സെക്കൻഡ് വൺ ഈസ് കോൺട്രിബ്യൂഷൻ ടു ഗവൺമെൻറ് റവന്യൂസ്. Indian government through the tourism departments also collected money in more far-reaching and indirect ways that are not linked to specific parks or conservation areas. Users fees, income taxes, tax on sales of rental, recreation equipments, and license fees are activities such as rating, fishing, and provide government with the funds needed to manage natural resources. ഇന്ത്യ ഗവൺമെൻറ്റിന് ടൂറിസം ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരുപാട് തരത്തിൽ വരുമാനം ലഭിക്കുന്നുണ്ട്. അത് ഡയറക്റ്റ് ആവാം, ഇൻഡയറക്റ്റ് ആവാം. ഇൻഡയറക്റ്റ് മെത്തേഡിലൂടെ നമുക്ക് ഒരുപാട് തരത്തിൽ ടാക്സ് ആയിട്ട്, അതേപോലെ തന്നെ ടാക്സ് ഓൺ സെയിൽസ്, അവിടെ നടക്കുന്ന സെയിൽസിൻ്റെ ടാക്സ്, അതുപോലെ റെൻ്റൽ ഓർ റിക്രിയേഷൻ ഓർ എക്യുപ്മെൻറ്റ്, അങ്ങനെയുള്ള ഒരുപാട് തരത്തിൽ നമ്മൾക്ക് ടൂറിസം ഇൻഡസ്ട്രിയിൽ നിന്ന് ഗവൺമെൻറ്റിന് വരുമാനം വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ ടു ഗവൺമെൻറ് എൻവിയോൺമെൻറ്റ് ടൂറിസം കൊണ്ടുള്ള നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകളാണ്. നെക്സ്റ്റ് ഈസ് ഇംപ്രൂവ്ഡ് എൻവിയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് ആൻഡ് പ്ലാനിങ്. ടൂറിസം എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, എൻവിയോൺമെൻറ്റ് മാനേജ്മെൻറ്റിന് കൂടുതലായിട്ട് ഉപകാരപ്പെടുന്നത്, അല്ലെങ്കിൽ അതിന് വലിയൊരു കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. Sound environmental management of tourism facilities and especially hotels can increase the benefits of natural environment. By planning early for tourism development, damaging and expensive mistakes can be prevented. നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് ടൂറിസം ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മളുടെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് നടത്തുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് റേസിംഗ് എൻവിയോൺമെൻറ്റൽ അവെയർനെസ്. Tourism has the potential to increase public appreciation of the environment and to spread awareness of environmental problems when it brings people into closer contact with the natural the environment. നമ്മൾക്കറിയാം ടൂറിസം എൻവിയോൺമെൻറ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളുടെ ജനങ്ങൾക്കിടയിൽ അവെയർനെസ് ഉണ്ടാക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
എൻവിയോൺമെൻറ്റൽ പ്രോബ്ലംസിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്, അത് വീണ്ടും വീണ്ടും നശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ കരുത്തായ നയങ്ങൾ സ്വീകരിക്കുന്നതിന് ടൂറിസം ഒരു ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് പ്രൊട്ടക്ഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് എൻവിയോൺമെൻറ്റ്. എൻവിയോൺമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷനും പ്രിസർവേഷനും ടൂറിസം ഒരു വലിയൊരു കാരണമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് എന്ന് പറയാം. ടൂറിസം ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി കോൺട്രിബ്യൂട്ട് ടു environmental protection, conservation and restoration of biological diversity and sustainable use of natural resources. ടൂറിസം നമ്മളുടെ നാച്ചുറൽ റിസോഴ്സസിൻ്റെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള യൂസസിനും അതുപോലെ തന്നെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ റിസ്റ്റോറേഷനും എല്ലാം ടൂറിസം ഒരു കാരണമാണ് എന്നുള്ളതാണ്. സിഗ്നിഫിക്കൻ്റ്ലി കോൺട്രിബ്യൂട്ട് because of their attractiveness. Pristine sites and natural areas are identified as valuable that need to keep the attraction. നാച്ചുറൽ റിസോഴ്സസിനെ കൂടുതലായിട്ട് ടൂറിസ്റ്റുകൾ അട്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യകത ഉയർന്നു വന്നിരിക്കുന്നു എന്ന് വേണം നമ്മൾക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാവാൻ. ടൂറിസ്റ്റുകൾ കൂടുതലായിട്ടും ആവശ്യപ്പെടുന്നു ഇന്ത്യയിലേക്ക് വരുന്നതും ഇങ്ങനെയുള്ള നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ്. ഇനി നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒരുപക്ഷെ ടൂറിസം കൊണ്ട് നമ്മൾക്ക് എക്കണോമിക്കലി വരുമാനങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും വലിയ അവെയർനെസ് ആളുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകളും ടൂറിസത്തിനുണ്ട് എന്നുള്ളതാണ്. അതിൽ ഓരോന്നായിട്ട് പറയുമ്പോൾ നമ്മൾക്ക് പൊല്യൂഷൻ്റെ ഭാഗത്തിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, ഡിസ്ട്രക്ഷൻ ആൻഡ് അൾട്ടറേഷൻ ഓഫ് എക്കോസിസ്റ്റം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവ് ഇമ്പാക്റ്റായിട്ട് കടന്നു വരുന്നു. ഫസ്റ്റ് വൺ ഈസ് ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. Depletion of natural resources means tourism development can put pressure on natural resources when it increases consumption in areas where resources are already scarce. ടൂറിസം കൊണ്ട് നമ്മളുടെ നാച്ചുറൽ റിസോഴ്സസിൻ്റെ കുറവ് ഒരുപാടായിട്ട് സംഭവിക്കുന്നു. കൂടുതലായിട്ടുള്ള യൂസ് കൊണ്ട് അത് വാട്ടർ പൊല്യൂഷനിലോട്ടും ലോക്കൽ റിസോഴ്സസിനെ അതിഭയാനകമായിട്ടുള്ള രീതിയിൽ കൂടുതൽ ചൂഷണം ചെയ്യുന്ന രൂപത്തിലും ലാൻഡ് ഡിഗ്രഡേഷനും എല്ലാം കാരണമാകുന്നു എന്നുള്ളതാണ് അല്ലേ. നമ്മളുടെ വാട്ടർ റിസോഴ്സസ് എസ്പെഷ്യലി ഫ്രഷ് വാട്ടർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ക്രിറ്റിക്കൽ നാച്ചുറൽ റിസോഴ്സസ്. നമ്മൾക്കറിയാം കുടിവെള്ളം എന്നുള്ളതാണ് മോസ്റ്റ് നാച്ചുറൽ ആയിട്ടുള്ള ക്രിറ്റിക്കൽ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത്. The tourism industry generally overuses water resources for hotels, swimming pools, golf courses, and personal use of water by tourists. This can result in water shortages and degradation of water supplies, as well as generating greater volume of waste water. നമുക്കറിയാം ടൂറിസ്റ്റുകളുടെ അവരുടെ ആവശ്യകതകളെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഒരുപാട് നല്ല ഫ്രഷ് വാട്ടേഴ്സ് എന്ത് ചെയ്യുന്നു, വേസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ടൂറിസമിന് ഓവറായിട്ട് യൂസ് ചെയ്യുന്നു. ടൂറിസം ഇൻഡസ്ട്രിയിലെ ഹോട്ടലുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, അതുപോലെ തന്നെ ഓരോ സ്വിമ്മിംഗ് പൂൾസിന് ഇങ്ങനെയുള്ള ഓവർ യൂസസിലൂടെ വാട്ടർ റിസോഴ്സസ് നമ്മൾക്ക് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് നെഗറ്റീവായിട്ടുള്ള ഫസ്റ്റ് ഇമ്പാക്റ്റ് നാച്ചുറൽ റിസോഴ്സസിനെ സംബന്ധിച്ചിടത്തോളം. Second one is local resources. Tourism can create a great pressure on local resources like energy, food, and other materials that may already be in short supply. Greater extraction and transport of these resources exceeds by physical impacts associated with their exploitation. ലോക്കൽ റിസോഴ്സസിലും അതുപോലെ തന്നെ എനർജി, ഫുഡിലും നമ്മൾക്ക് ഒരുപാട് കുറവുകൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് പൊല്യൂഷൻ. പൊല്യൂഷനാണ് രണ്ടാമത്തെ ഒരു കാരണമായിട്ട് നമ്മൾ പറയുന്നത്. ടൂറിസം ക്യാൻ കോസ് ദ സെയിം ഫോംസ് ഓഫ് പൊല്യൂഷൻ ആസ് എനി അതർ ഇൻഡസ്ട്രി. എയർ എമിഷൻ, നോയ്സ്, സോളിഡ് വേസ്റ്റ് ആൻഡ് ലിറ്ററിങ് റിലീസ് ഓഫ് സീവേജ്. നമ്മളുടെ
എൻവിയോൺമെൻറ്റിനെ പൊല്യൂട്ട് ചെയ്യുന്നതിൽ, കൂടുതൽ പൊല്യൂഷൻ വർദ്ധിപ്പിക്കുന്നതിൽ കൂടുതലായിട്ടുള്ള പങ്ക് വഹിക്കുന്നതും ഇതുപോലെയുള്ള ടൂറിസം ആക്ടിവിറ്റീസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് പറയുന്നത് പൊല്യൂഷൻ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. എയർ ആൻഡ് നോയ്സ് പൊല്യൂഷനും അതുപോലെ തന്നെ സോളിഡ് വേസ്റ്റ് ആൻഡ് ലിറ്ററിങ് വേസ്റ്റും സീവേജ് ഇതെല്ലാം പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. സെക്കൻഡ് വൺ ഈസ് third one, destruction and alteration of ecosystem. An ecosystem is a geographical area including all the living organisms. ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ എല്ലാ തരത്തിലുള്ള ലിവിങ് തിങ്സും അതിൽ ഓർഗാനിസംസും താമസിക്കുന്നതിനാണ് നമ്മൾ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ദെയർ ഫിസിക്കൽ സറൗണ്ടിങ്സ് ആൻഡ് ദ നാച്ചുറൽ സൈക്കിൾസ് ആൻഡ് ദ സസ്റ്റെയിൻ തിങ്സ്. ഈ ഒരു നേച്ചുറൽ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഈ ഒരു എക്കോ സിസ്റ്റത്തിന് കൂടുതൽ കേടുപാടുകൾ സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ടൂറിസത്തിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇമ്പാക്റ്റ് ടു മാക്സിമൈസ് ബെനിഫിറ്റ് ആൻഡ് മിനിമൈസ് കോസ്റ്റ്. ടൂറിസം കൊണ്ടുള്ള നമ്മളുടെ എക്കണോമിക് ഇമ്പാക്ട്സ്, ടൂറിസം അതിൻ്റെ എക്കണോമിക് ബെനിഫിറ്റ് എന്താണ്, അല്ലെങ്കിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എക്കണോമിക് കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സുകൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് നമ്മൾ എക്കണോമിക് ബെനിഫിറ്റ്സിൻ്റെയും എക്കണോമിക് കോസ്റ്റും അതിൻ്റെ ടെക്നിക്സ് ടു മിനിമൈസ് എക്കണോമിക് കോസ്റ്റ് എന്നീ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് എക്കണോമിക് ബെനിഫിറ്റ്സ്. എക്കണോമിക് ബെനിഫിറ്റ്സ് പറയുമ്പോൾ ബ്രിങ്സ് ന്യൂ മണി ഇൻ ടു ദ കമ്മ്യൂണിറ്റിയിലേക്ക് പണം എത്തിക്കുന്നു എന്നുള്ളതാണ്. ഹെൽപ്സ് ഡൈവേഴ്സിറ്റി ആൻഡ് സ്റ്റെബിലൈസ് ദ ലോക്കൽ എക്കോണമി. ലോക്കൽ എക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്ത് നിലനിർത്തുന്നതിൽ അല്ലെങ്കിൽ അതിനെ നിലനിർത്തുന്നതിൽ വലിയൊരു പങ്ക് ടൂറിസം വഹിക്കുന്നു. അതൊരു എക്കണോമിക് ബെനിഫിറ്റാണ്. അട്രാക്ട്സ് അഡീഷണൽ ബിസിനസ് ആൻഡ് സർവീസസ് ടു സപ്പോർട്ട് ടൂറിസം ഇൻഡസ്ട്രി. ടൂറിസം ടൂറിസം ഇൻഡസ്ട്രി എന്ത് ചെയ്യുന്നു, അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പുതിയ തരത്തിലുള്ള ബിസിനസ് ഐഡിയകളെയും സർവീസ് ഐഡിയകളെയും എല്ലാം എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. മേ ബി എ കാറ്റലിസ്റ്റ് ഫോർ അതർ ഇൻഡസ്ട്രീസ് ആൻഡ് ബ്രിങ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ടു ഏരിയ. ഒരു ടൂറിസം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ടൂറിസ്റ്റ് പ്ലേസ്, ഒരു നല്ലൊരു ഡെസ്റ്റിനേഷനിലേക്ക് പുതിയ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നു എന്നുള്ളതും ഒരു എക്കണോമിക് ബെനിഫിറ്റാണ്. ക്രിയേറ്റ് ലോക്കൽ ജോബ്സ് ആൻഡ് ന്യൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇൻക്രീസ് എക്സ്പാൻഷൻ ആൻഡ് റിട്ടൻഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ബിസിനസ്. അവിടെ നിലനിൽക്കുന്ന ബിസിനസ്സിൽ അതിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷന് എല്ലാം ടൂറിസം കാരണമാകുന്നു. അതും ഒരു എക്കണോമിക് ബെനിഫിറ്റാണ് എന്നുള്ളത്. കോൺട്രിബ്യൂട്ട്സ് ടു ദ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ടാക്സ് ബേസ്. സ്റ്റേറ്റിനും അതുപോലെ തന്നെ ലോക്കലായിട്ടും അത് ടാക്സ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു കാരണമാകുന്നു എന്നുള്ളത് ഒരു എക്കണോമിക് ബെനിഫിറ്റാണ്. ഇനി ഇതിൻ്റെ എക്കണോമിക് കോസ്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ imposes organizational and operational cost to develop tourism, places demands on public infrastructure that may exceed what the local taxes base can support. ഇതിൻ്റെ എക്കണോമിക് കോസ്റ്റുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ചിലവുകൾ എന്ന് പറയുന്നത് നമ്മളുടെ ടൂറിസം ഇൻഡസ്ട്രിയുടെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടെല്ലാം ഒരുപാട് പണം നമ്മൾക്ക് ചിലവഴിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ ഉയർത്തുന്നത്, ആളുകളെ അവിടെ അവരുടെ തീം ബേസ്ഡ് ആൾക്ക് എൻജോയ്മെൻറ്റിനുള്ള കാര്യങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ചിലവുകൾ ഉണ്ട് എന്നുള്ളതാണ്. മേ ഇൻഫ്ലേറ്റ് പ്രോപ്പർട്ടി വാല്യൂസ് ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്.
requires customer care services, customer service training of employees, business owners and community residents. അവിടെ കസ്റ്റമർ സർവീസ് ട്രെയിനിങ് ആർക്കൊക്കെ ആവശ്യമാണ്? അവിടെയുള്ള എംപ്ലോയീസിന്, ബിസിനസ് ഓണേഴ്സിന്, കമ്മ്യൂണിറ്റി റെസിഡൻസിന്. ഇതെല്ലാം എക്കണോമിക്കലി നമുക്കൊരു എക്സ്പെൻസ് ആണെന്ന് പറയുന്നത്. റെഡ്യൂസ് ലോക്കൽ എക്കണോമിക് ബെനിഫിറ്റ് ഡെവലപ്പേഴ്സ് കം ഫ്രം ഔട്ട്സൈഡ് ദ കമ്മ്യൂണിറ്റി. ലോക്കൽ എക്കണോമിക് ബെനിഫിറ്റ്സ് റെഡ്യൂസ് ചെയ്യേണ്ടി വരുന്നു പുറത്തുനിന്നുള്ള ആളുകൾ വരുമ്പോൾ. ഇങ്ങനെയുള്ള എക്കണോമിക് കോസ്റ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പെൻസുകളാണ് നമ്മൾ ടൂറിസം കൊണ്ട് ഉണ്ടാകുന്നത്. ഇനി ഈ ഒരു എക്കണോമിക് കോസ്റ്റുകൾ മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സിനെ കുറിച്ചാണ്. യൂസ് ടൂറിസം ഡെവലപ്മെൻറ്റ് ആസ് എ സപ്ലിമെൻറ്റ് ടു നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ അതർ സോഴ്സസ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. ടൂറിസത്തിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ ടൂറിസം ഡെവലപ്മെൻറ്റ് നടപ്പിലാക്കുക എന്നുള്ളതിൽ നിന്ന് ഉപരിയായി മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അതർ സോഴ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസും യൂസ് ചെയ്യാം. യൂസ് ലോക്കൽ ക്യാപിറ്റൽ ഓർ ഗുഡ്സ് സർവീസ് ലേബർ എക്സ്പെർട്ടൈസ് വെനെവർ പോസിബിൾ. ലോക്കലായിട്ടുള്ള കാര്യങ്ങൾ, ലോക്കൽ ഗുഡ്സ്, സർവീസസ്, അതുപോലെ തന്നെ ലേബർ എല്ലാം ടൂറിസം ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്കായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻവോൾവ് ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഇൻ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. പ്രൈവറ്റ് ആയിട്ടുള്ള അതേപോലെ തന്നെ പബ്ലിക് സെക്ടറുകളും ഈ ഒരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആൻഡ് ട്രെയിനിങ് ടു ഫോസ്റ്റർ ലോക്കൽ ബിസിനസ് ഓണർഷിപ്പ്. ലോക്കൽ ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു ഇത് നടത്തുന്ന ആളുകൾക്ക് അവർക്ക് കൂടുതലായിട്ടുള്ള ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യാം. ഇംപ്ലിമെൻറ്റ് ടൂറിസം അവെയർനെസ് പ്രോഗ്രാംസ് ഫോർ ലോക്കൽ ബിസിനസ്സസ്. ആ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക്, ലോക്കൽ ബിസിനസ്സുകാർക്ക് ടൂറിസം പ്രോഗ്രാംസിനെ കുറിച്ച് ടൂറിസത്തെക്കുറിച്ച് കൂടുതൽ അവെയർനെസ് നൽകുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് എൻവിയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഓഫ് ടൂറിസം. അതിൻ്റെ എൻവിയോൺമെൻറ്റൽ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? നേരത്തെ നമ്മൾ എക്കണോമിക് ബെനിഫിറ്റിനെ കുറിച്ച് പഠിച്ചു. ഇവിടെ എൻവിയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഓഫ് ടൂറിസം, ഇതിൻ്റെ എൻവിയോൺമെൻറ്റൽ ബെനിഫിറ്റ് എന്താണ്, എൻവിയോൺമെൻറ്റൽ കോസ്റ്റ് എന്താണ്, ടെക്നിക്സ് ടു മിനിമൈസ് എൻവിയോൺമെൻറ്റൽ കോസ്റ്റ് എന്നീ കാര്യങ്ങളാണ്. എൻവിയോൺമെൻറ്റൽ ബെനിഫിറ്റ് fosters conservation and preservation of natural, cultural and historical resources. എൻവിയോൺമെൻറ്റൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ടൂറിസം പ്രിസർവേഷൻ ഓഫ് നാച്ചുറൽ ആൻഡ് കൾച്ചറൽ ഹിസ്റ്റോറിക്കൽ റിസോഴ്സസിന് ഒരു കാരണമാകുന്നു എന്നുള്ളതാണ്. ഇൻക്രീസ് ലോക്കൽ എൻവിയോൺമെൻറ്റൽ അവെയർനെസ്. ലോക്കൽ കമ്മ്യൂണിറ്റിക്കിടയിൽ എൻവിയോൺമെൻറ്റിനെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിൻ്റെ അവെയർനെസ് വർദ്ധിപ്പിക്കുന്നു എന്നാണ്. മേ എൻകറേജ് കമ്മ്യൂണിറ്റി ബ്യൂട്ടിഫിക്കേഷൻ ആൻഡ് എൻവിയോൺമെൻറ്റൽ ക്വാളിറ്റി. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ നമ്മുടെ എൻവിയോൺമെൻറ്റിൻ്റെ ബ്യൂട്ടി നിലനിർത്താനുള്ള ഒരു അവെയർനെസ് പൊതുജനങ്ങൾക്കിടയിൽ വർദ്ധിപ്പിക്കുക എന്നാണ്. മേ ഇംപ്രൂവ് ലോക്കൽ ആൻഡ് അർബൻ landscapes through facilities of development, may stimulate improvement infrastructure. എൻവിയോൺമെൻറ്റൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത് ടൂറിസത്തിലൂടെ നമ്മളുടെ സ്ട്രക്ചറൽ ഫെസിലിറ്റീസ് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. മേ ബി ക്ലീനർ അതർ ഇൻഡസ്ട്രിയേക്കാളും ക്ലീൻ ആയിരിക്കും ടൂറിസം ഇൻഡസ്ട്രി എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ്. ഇതിൻ്റെ എൻവിയോൺമെൻറ്റൽ കോസ്റ്റുകൾ എന്തൊക്കെയായിരിക്കും? നെഗറ്റീവായിട്ടുള്ള, നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്നെല്ലാം പറയാം. മേ കോസ് എൻവിയോൺമെൻറ്റൽ ഹസാർഡ്സ് ഡ്യൂ ടു പുവർ ലാൻഡ് യൂസ് പ്ലാനിങ് ആൻഡ് ഫെസിലിറ്റി ഡിസൈൻ. ഭൂമിയുടെ പുവറായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള അമിതമായിട്ടുള്ള ചൂഷണവും അതുപോലെ തന്നെ അതിൻ്റെ പ്ലാനിങ്ങുകളും എല്ലാം നമ്മൾ എന്ത് ചെയ്യും, എൻവിയോൺമെൻറ്റൽ ഹസാർഡ്സിന് കാരണമാകും എന്നുള്ളതാണ്. They create land use problems to urban and rural ലാൻഡ് യൂസ് പ്രോബ്ലംസ് വരും. അഥവാ ഇപ്പോൾ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനിലേക്ക് മൾട്ടിനാഷണൽ കമ്പനീസൊക്കെ കടന്നു വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ. മേ ഡിഗ്രേഡ് ക്വാളിറ്റി ഓഫ് നാച്ചുറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ്. മേ ഇൻക്രീസ് വാട്ടർ, എയർ, നോയ്സ് പൊല്യൂഷൻ. പൊല്യൂഷൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാരണങ്ങളാകും.
ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ വേസ്റ്റേജ് പ്രോബ്ലംസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഓവർ ക്രൗഡിങ് ആൻഡ് ട്രാഫിക് കൺജക്ഷൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എൻവിയോൺമെൻ്റൽ ആയിട്ടുള്ള കോസ്റ്റുകൾ അല്ലെങ്കിൽ എൻവിയോൺമെൻറ്റ് പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത്. ഇനി ഈ ഒരു എൻവിയോൺമെൻ്റൽ പ്രോബ്ലംസിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സിനെ കുറിച്ചാണ്. ഇംപ്ലിമെൻറ്റ് ലാൻഡ് യൂസ് പ്ലാനിങ് ആൻഡ് സോണിങ് ലോസ് പ്രയർ ടു ടൂറിസം ഡെവലപ്മെൻറ്റ്. ലാൻഡ് യൂസിങ് പ്ലാനിങ് ലോസും അതുപോലെ സോണിങ് ലോസ് എല്ലാം പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ടൂറിസം ഡെവലപ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. ഡിസൈൻ ഹോട്ടൽസ് ആൻഡ് ടൂറിസ്റ്റ് ഫെസിലിറ്റീസ് ടു റിഫ്ലക്റ്റ് ലോക്കൽ ആർക്കിടെക്ചറൽ സ്റ്റൈൽ. നമ്മൾ ടൂറിസം ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് കൊടുക്കുന്ന സർവീസസിൻ്റെ ടൂറിസം ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അതേപോലെ തന്നെ ഹോട്ടൽസിൻ്റെ എല്ലാം ഡിസൈനുകൾ ലോക്കൽ ആർക്കിടെക്ചറൽ മോഡലിലായിരിക്കുക എന്നുള്ളതാണ്. സെറ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് വാട്ടർ, സീവേജ്, പവർ സപ്ലൈസ് ടു ദെയർ എൻകറേജ് കൺസർവേഷൻ. കുടിവെള്ളത്തിൻ്റെയും അതേപോലെ തന്നെ പവറുടെ എല്ലാം യൂസ് ചെയ്യുന്ന അളവുകൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക എന്നുള്ളത്, ഇത്ര മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള. അപ്പോൾ അതിലൂടെ നമ്മൾക്കതിനെ കൂടുതലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിൽ നിന്ന് തടയാനായിട്ട് സാധിക്കും. എസ്റ്റാബ്ലിഷ് ഗൈഡ് ലൈൻസ് ഫോർ ലോക്കൽ ക്യാരിയിങ് കപ്പാസിറ്റി ആൻഡ് ലിമിറ്റ്സ് ടു അക്സെപ്റ്റബിൾ ചേഞ്ച്. നമ്മൾ ഒരു ടൂറിസം പ്ലേസിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണത്തിലും അതുപോലെ തന്നെ അവിടെയുള്ള ടൂറിസം ഇൻഡസ്ട്രിയുടെ മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ എല്ലാം കടന്നു വരവിന് നമ്മളെന്ത് ചെയ്യുക, ഒരു ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഇംപ്ലിമെൻറ്റ് വിസിറ്റർ യൂസ് ആൻഡ് മാനേജ്മെൻറ്റ് പ്ലാൻസ് ഫോർ കൾച്ചറൽ, ഹിസ്റ്റോറിക് ആൻഡ് നാച്ചുറൽ അട്രാക്ഷൻസ്. ഇനി സോഷ്യൽ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്? അപ്പോൾ സോഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ കൾച്ചറലായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ടൂറിസത്തിൽ നിന്ന് ഉണ്ടാവുന്നു. സപ്പോർട്ട്സ് ടു ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിറ്റീസ്, സപ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിറ്റി ഫെസിലിറ്റീസ്, അതർ ലോക്കൽ ഇമ്പ്രൂവ്മെൻറ്റ്സ്. ടൂറിസം ആ ഒരു ലോക്കൽ കമ്മ്യൂണിറ്റീൻ്റെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സിനും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ്. May enhance community sense of place through cultural and historic celebrations. Encourage civic involvement and community pride. ഇവിടെ സിവിക് ഇൻവോൾവ്മെൻറ്റിനും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പ്രൈഡിനും ടൂറിസം വലിയൊരു കാരണമാകുന്നു എന്നുള്ളതാണ്. മേ ഹെൽപ്പ് മെയിൻറ്റെയിൻ കൾച്ചറൽ ഐഡൻറ്റിറ്റി ടു മൈനോറിറ്റി പോപ്പുലേഷൻ ദാറ്റ് ആർ ഡൈയിങ് ഔട്ട്. May facilitate renewed interest the traditional lifestyles among younger residents. യങ്ങർ റെസിഡൻസിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ജീവിതശൈലി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാന ഒരു കാരണമാകുന്നു എന്നതാണ്. പ്രൊമോട്ട് പീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇത്രയാണ്. അതുപോലെ തന്നെ കൾച്ചറൽ എക്സ്ചേഞ്ചുകൾ നടക്കുന്നു, ഭാഷ ഒരുപാട് പഠിക്കാനായിട്ട് സാധിക്കുന്നു, ലാംഗ്വേജസ് ഒരുപാടായിട്ടും, ഡ്രസ്സിങ് സ്റ്റൈലുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് സോഷ്യൽ ഇമ്പാക്റ്റ് ടൂറിസം കൊണ്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ സോഷ്യൽ ബെനഫിറ്റ്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ സോഷ്യൽ കോസ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾക്കറിയാം. may introduce lifestyles, ideas, behaviors that conflict with those of residents. അവിടേക്ക് കടന്നു വരുന്ന ആളുകളുടെ ലൈഫ് സ്റ്റൈലുകളും അതുപോലെ തന്നെ അവരുടെ ബിഹേവിയറും അവരുടെ ഐഡിയാസും എല്ലാം നമ്മളുടെ ലോക്കൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം. അത് നമ്മുടെ ജീവിതത്തെ സാരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ എക്കണോമിക് കോസ്റ്റ് ഫസ്റ്റ്. മേ ക്രിയേറ്റ് ക്രൗഡിങ്, കൺജഷൻ ആൻഡ് ഇൻക്രീസ്ഡ് ക്രൈം. ഇവിടെ ക്രൈം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോപ്പുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ തിരക്ക് കൂട്ടുന്നതിന് വേണ്ടിയിട്ടെല്ലാം ടൂറിസം ഒരു കാരണമാകുന്നു എന്നുള്ളത്. മേ എൻകറേജ് ട്രിങ്ടൈസേഷൻ ഓഫ് ലോക്കൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്, ബ്രിങ് റെസിഡൻസ് ന്യൂ കോമ്പറ്റീഷൻ ഫോർ സർവീസസ് ആൻഡ് റിക്രിയേഷൻ ഓപ്പർച്യൂണിറ്റീസ്. ഇതെല്ലാമാണ് സോഷ്യൽ കോസ്റ്റുകളായിട്ട് നമുക്ക് പറയാം. ഇനി ഇതിൻ്റെ ടെക്നിക്കൽ കോസ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ ടെക്നിക്സ് ടു മിനിമൈസ് സോഷ്യൽ കോസ്റ്റ്. ഇൻഫോം റെസിഡൻസ് അബൌട്ട് ബോത്ത് ദ ബെനിഫിറ്റ്സ് ആൻഡ് കോസ്റ്റ് ഓഫ് ടൂറിസം. റെസിഡൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക്
കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ടൂറിസത്തിൻ്റെ കോസ്റ്റും അല്ലെങ്കിൽ ബെനിഫിറ്റ്സും നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ്. എസ്റ്റാബ്ലിഷ് ക്വാളിറ്റി കൺട്രോൾസ് ടു മെയിൻറ്റെയിൻ ഓത്തൻറ്റിസിറ്റി ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ്. നമ്മളുടെ കൾച്ചറലായിട്ടുള്ള ആക്ടിവിറ്റീസിലും അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ്സ് ഉപകരണങ്ങളിലും തിങ്സിലും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നമ്മളുടെ ഇതിലേക്ക് കടന്നു വരാനുള്ള സാധ്യത കുറയ്ക്കുമെന്നുള്ളത്. പ്ലാൻ ടൂറിസം ബേസ്ഡ് ഗോൾസ്, വാല്യൂസ് ആൻഡ് പ്രയോറിറ്റീസ് ടു ഐഡൻറ്റിഫൈഡ് ബൈ റെസിഡൻസ്. ടൂറിസം ബേസ് ചെയ്തുകൊണ്ട് ഗോൾസ് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാല്യൂസ് സെറ്റ് ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? റെസിഡൻസിൻ്റെ ആ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ചേഞ്ച് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എൻഷുവർ റെസിഡൻസ് ഹാവ് കൺവീനിയൻറ്റ് ആക്സസ് ടു ടൂറിസ്റ്റ് അട്രാക്ഷൻസ്. റെസിഡൻസ് ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് ഫെസിലിറ്റീസ് നൽകുന്നത്, അവർക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയെല്ലാം അവർ തയ്യാറാണ്, അല്ലെങ്കിൽ അത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. സ്ട്രിക്ട്ലി കൺട്രോൾസ് ഡ്രഗ്സ്, ക്രൈം ആൻഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ. വേശ്യാവൃത്തിയും അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗങ്ങളും ക്രൈംസും അല്ല, സ്ട്രിക്റ്റ്ലി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. യൂസ് സെലക്റ്റീവ് ടാർഗറ്റ് മാർക്കറ്റിംഗ് ടു ഡ്രോ ദ റൈറ്റ് കൈൻഡ്സ് ഓഫ് ടൂറിസ്റ്റ്. റൈറ്റ് കൈൻഡ് ഓഫ് ടൂറിസ്റ്റിനെ അല്ലെങ്കിൽ നല്ല ടൂറിസ്റ്റിനെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ശരിയായിട്ടുള്ള രീതിയിലുള്ള മാർക്കറ്റിംഗ് ടെക്നിക്സുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എഡ്യൂക്കേറ്റ് ആൻഡ് ട്രെയിൻ ലോക്കൽ റെസിഡൻറ്റ് ടു വർക്ക് അറ്റ് ഓൾ ദ ലെവൽ ഓഫ് ടൂറിസം. ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ടൂറിസ്റ്റ് ആക്ടിവിറ്റീസിലും അവരുടെ ലോക്കൽസിന് സർവീസ് നൽകുന്നതിന് വേണ്ടിയിട്ട് ലോക്കൽസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.